ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പാവയ്ക്ക അച്ചാറാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ പാവയ്ക്കൊക്കെ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ അച്ചാർ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതിവ് പോലെ ചട്ടി അടുപ്പത്ത് വെക്കുന്നു, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ഉലുവയും കടുകും എല്ലാം പൊട്ടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് എണ്ണ മൂത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോർമലി എല്ലാ അച്ചാറിനും യൂസ് ചെയ്യുന്ന എല്ലാ ചേരുവകളും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ പൊടി ആഡ് ചെയ്ത് മതി. ഞാൻ അച്ചാർ പൊടിയും അതുപോലെ കായപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പൊടികളൊക്കെ ഒരുമാതിരി മൂത്ത് വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് അതിനകത്തേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി പാവയ്ക്ക നല്ല ടേസ്റ്റിൽ വെന്ത് വരും കേട്ടോ. ഈ പൊടിയുടെയും അതുകൊണ്ട് ഉപ്പൊക്കെ നന്നായിട്ട് പാവയ്ക്കയിൽ പിടിച്ചോളും. അതുപോലെ ആവിക്കകത്തിരുന്ന് വേകുമ്പോഴത്തേക്കിനും ഈ പാവയ്ക്ക നോർമലി ഇത് ജ്യൂസി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഈ പാവയ്ക്കയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അഡീഷണൽ വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളത് മൂടി വെച്ച് വേവിക്കണമെന്നില്ല. നന്നായിട്ട് ഈ പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും നല്ലപോലെ ഇത് ആവിയാകുമ്പോഴത്തേക്കിനും വെള്ളമൊക്കെ ആവും കേട്ടോ. ഇത് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി നമുക്ക് വാങ്ങി വെച്ചിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.